ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथां विदं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखां विदंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत्। हरे कृष्ण। എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലോട്ട് സ്വാഗതം. ചാപ്റ്റർ 2 അല്ലേ? ഹരേ കൃഷ്ണ. ചാപ്റ്റർ 2 ഏതാണ് വേഴ്സ്? 13 പ്രഭുജി. 13. അതിനു മുമ്പായിട്ട് ശ്ലോകം ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. എന്തായിരുന്നു അത്? ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. അത് വളരെ ഫേമസ് ശ്ലോകമാണ്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഓക്കെ, കണ്ണൻ വായിക്കോ? യെസ് പ്രഭുജി. യെസ്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. അമ്മു ട്രാൻസ്ലേഷൻ. കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. As the embodied soul continues passing from this body from boyhood to youth to old age, the soul similarly passes into another body at death. A sober person is not bewildered by such a change. Very good. As the embodied soul continuously passes in this body from boyhood to youth to old age, soul similarly passes into another body at death. Sober person is not bewildered by such a change. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പോൾ റീഇൻകാർണേഷൻ ഉണ്ട്, വീണ്ടും ജനനമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശ്ലോകം കൂടിയാണ് ഭഗവത്ഗീതയിൽ. ഓക്കെ, എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങളും അറിയാം. എനിവേ നമ്മൾ അതിൻ്റെ വളരെ ഭാവാർത്ഥം വായിക്കാം. Okay. Since every living entity is an individual soul, each is changing his body every moment, manifesting sometimes as a child, sometimes as a youth, and sometimes as an old man. Yet the same spirit soul is there and does not undergo any change. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോൺസ്റ്റൻ്റ്ലി, നമ്മുടെ ശരീരം കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ജനിക്കുമ്പോൾ ചെറിയൊരു ഇൻഫൻസി സ്റ്റേജിലായിരിക്കും, കുട്ടിയായിരിക്കും. കുറച്ച് പിന്നെ ബോയ്ഹുഡ് സ്റ്റേജിലേക്ക് വരും, പിന്നെ യൂത്തിലേക്ക് പോകും, പിന്നെ ഓൾഡ് ഏജിലേക്ക്. അതിനുശേഷം നമ്മൾ വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും നമ്മുടെ കർമ്മവനുസരിച്ചിട്ട്. അപ്പോൾ ഒരു സോബർ പേഴ്സൺ ഈ കാര്യങ്ങളെ, ഈ വിവരങ്ങളെ, ഈ അറിവുള്ള ഒരാളും ഇതിനെപ്പറ്റി ദുഃഖിക്കില്ല എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് എറ്റ് ദ സെയിം സ്പിരിറ്റ് സോൾ ഈസ് ദർ. അപ്പം നമ്മൾ കുട്ടിക്കാലത്തന്നെ ശരി, വൃദ്ധാവസ്ഥയിലും ശരി, വേറൊരു ശരീരത്തിൽ പ്രവേശിച്ചാലും ശരി, ആ ആത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ആത്മാവിനെ പറ്റിയിട്ട് കുറേ ശ്ലോകങ്ങൾ പറയും. എന്താണ് ആത്മാവ്? ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവിനെ തീയിട്ട് കരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാറ്റ് കൊണ്ട് പറപ്പിക്കാൻ പറ്റില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല. പല പല ക്യാരക്ടറിസ്റ്റിക്സും ആത്മാവിനെ പറ്റി നമ്മൾ ഈ വരുന്ന ശ്ലോകങ്ങൾ പഠിക്കും. ഓക്കെ, സ്പിരിറ്റ് സോളിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മുടെ ദേഹം, നമ്മുടെ ശരീരം ഒരുപാട് മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു, അനിവാര്യമാണ്. അത് നമുക്ക്
ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുട്ടിക്കാലത്തെ അതേ ശരീരമല്ല ഇപ്പോൾ നമുക്കുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ശരീരം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇതിനെപ്പറ്റി ദുഃഖിക്കില്ല എന്നാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. So this individual soul finally changes the body at death and transmigrates to another body. അപ്പോൾ ഇതേ ആത്മാവിനെ മരണം എന്നുള്ളത് ചേഞ്ച് ഓഫ് ഡ്രസ്സാണ്, ചേഞ്ച് ഓഫ് ബോഡി. ഇവിടെ ഡ്രസ്സ് എന്നാണ്, നമ്മുടെ ഡ്രസ്സ് എന്നാണ് ശരീരം. ആത്മാവ് ശരീരത്തിന് ധരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ നമ്മൾ ഷർട്ടും പാൻറ്റും ധരിക്കുന്നു, അതേപോലെ ആത്മാവ് നമ്മുടെ ശരീരത്തിനെ ധരിക്കുന്നു. ഓക്കെ, ആ ശരീരത്തിൽ ആത്മാവിന് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ആ ശരീരം വിട്ടിട്ട് വേറെ ശരീരത്തിലേക്ക് മാറുന്നു. അതാണ് ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് ഷുവർ ടു ഹാവ് അനദർ ബോഡി ഇൻ ദ നെക്സ്റ്റ് ബർത്ത്. അപ്പോൾ എന്തായാലും ആത്മാവിന് ഈ ശരീരം കഴിഞ്ഞാൽ വേറൊരു ശരീരം കിട്ടും. ഒന്നുകിൽ ഭൗതികമായിട്ടുള്ള ശരീരം അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ശരീരം. ഭൗതികമായിട്ടുള്ള ശരീരം കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ തിരിച്ചു വേണ്ടി വരും. ആത്മീയമായിട്ടുള്ള ശരീരമാണെങ്കിൽ നമുക്ക് ഭൗതിക ലോകം വിട്ടിട്ട് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാന്റെ കൂടെ സാമീപ്യത്തിലോ സാരൂപ്യത്തിലോ അങ്ങനെ നമുക്ക് ഭഗവാന്റെ കൂടെ വസിക്കാൻ പറ്റും. സോ ദർ വാസ് നോ കോസ് ഫോർ ലാമെന്റേഷൻ ബൈ അർജുന ഓൺ അക്കൗണ്ട് ഓഫ് ഡെത്ത്, neither for Bhishma nor for Drona, for whom he was so much concerned. അപ്പോൾ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്, അപ്പോൾ എന്തായാലും ആത്മാവിന് മരണമില്ല, ശരീരം കിട്ടും. ഒന്നുകിൽ ഭൗതികമായിട്ടുള്ള ശരീരം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ശരീരം. അപ്പോൾ അതുകൊണ്ട് ഭീഷ്മ പിതാമഹനോ ദ്രോണാചാര്യനോ അല്ലെങ്കിൽ അദ്ദേഹം, അതായത് അർജുനൻ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെന്ന് വിചാരിക്കുന്ന ആർക്കും മരണം സംഭവിക്കുന്നില്ല. ശരീരം മാത്രം. നമ്മൾ എങ്ങനെ നമ്മുടെ വസ്ത്രം മാറുന്നു അതേപോലെ ആത്മാവ് ശരീരത്തിനെ മാറ്റുന്നു, അത്രേ ഉള്ളൂ, കർമ്മഫലം അനുസരിച്ചിട്ട്. അതുകൊണ്ട് അർജുന നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. He should rejoice, rather he should rejoice. അപ്പോൾ അതിന് പകരം റിജോയ്സ് എന്ന് പറയുന്നത് ഫോർ ദെയർ ചേഞ്ചിങ് ബോഡീസ് ഫ്രം ഓൾഡ് ടു ന്യൂ വൺസ്. നമുക്ക് നമ്മുടെ വൃദ്ധാവസ്ഥയായിട്ടുള്ള ശരീരം ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ശരീരം വിട്ടിട്ട് നമുക്കൊരു പുതിയ ശരീരം കിട്ടുമ്പോൾ അത് സന്തോഷിക്കല്ലേ വേണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പർപ്പസിൽ ഒരാളുടെ വൃദ്ധാവസ്ഥയിലുള്ള ശരീരം നശിപ്പിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അതിൻ്റെ ഒരു നാച്ചുറൽ കോഴ്സ് ഓഫ് ടൈമിൽ അത് പോകുന്നു, ആ ശരീരം വിട്ടു പോകുന്നു, എന്നിട്ട് പുതിയ ശരീരം എടുക്കുന്നു. thereby rejuvenating their energy. അപ്പോൾ ഒരു പുതിയ ശരീരത്തിൽ എല്ലാ എനർജിയോടുകൂടി ശക്തിയോട് കൂടിയിട്ടും നമ്മൾ തിരിച്ചു വരുന്നു. such changes of body account for varieties of enjoyment or suffering. അപ്പോൾ നമ്മൾ ശരീരം മാറിയാലും നമ്മളുടെ കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ആസ്വദിക്കാനായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ദുഃഖങ്ങളും അതും അനുഭവിക്കാനുള്ള ഒരു ശരീരമായിട്ട് മാറുന്നു. അക്കോർഡിംഗ് ടു വൺസ് വർക്ക് ഇൻ ലൈഫ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ് കർമ്മം അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ശരീരം, പിന്നീട് കിട്ടുന്ന ശരീരം. സോ ഭീഷ്മ ആൻഡ് ദ്രോണ ബീങ് നോബിൾ സോൾസ് were surely going to have spiritual bodies in the next life, or at least life in heavenly bodies for superior enjoyment of material existence. So in either case there was no cause of lamentation. അപ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഒരു വാഗ്ദാനം കൂടി കൊടുക്കുകയാണ്. അതായത് ഭീഷ്മ പിതാമഹരും ദ്രോണാചാര്യരും ഒരു സാധാരണ വ്യക്തികളല്ല, ഒരു എക്സോൾട്ടഡ് പേഴ്സണാലിറ്റീസ് ആണ്, നോബിൾ സോൾസ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നുകിൽ അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ശരീരം കിട്ടും, അല്ലെങ്കിൽ ഹെവൻലി ബോഡീസിൽ, ഓക്കെ, സ്വർഗ്ഗലോകത്തിലും അങ്ങനെയുള്ള ഉപരി ലോകങ്ങളിൽ ചെന്നിട്ട് കൂടുതൽ ആസ്വദിക്കാനുള്ള അവസരം കിട്ടും എന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് നഷ്ടപ്പെടും, പുതിയ ശരീരം കിട്ടും ചെയ്യും. സോ ഇൻ ഈതർ കേസ് ദർ വാസ് നോ കോസ് ഫോർ ലെമൻറ്റേഷൻ. അതുകൊണ്ട് ഭൗതിക ശരീരം കിട്ടിയാലും ശരി, ആധ്യാത്മിക ശരീരം കിട്ടിയാലും ശരി, രണ്ട് കേസിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. Any man who has perfect knowledge of the constitution of the individual soul, the super soul, the nature, both material and spiritual, is called Dhira, or a most sober man. Such a man is never deluded by the change of bodies. അപ്പോൾ ആരാണ് സോബർ പേഴ്സൺ അല്ലെങ്കിൽ ധീര എന്ന് പറയുന്നത്? ഈ ജ്ഞാനമുള്ള വ്യക്തികളെ, അതായത് ആത്മാവിനെ പറ്റിയിട്ടും പരമാത്മാവിനെ പറ്റിയിട്ടും പ്രകൃതിയെ പറ്റിയിട്ടും പിന്നെ ഇങ്ങനെ നടക്കുന്ന ഈ ട്രാൻസ്മൈഗ്രേഷനെ പറ്റിയിട്ടും ഇതെല്ലാം ജ്ഞാനമുള്ള ആൾക്കാരെയാണ് ധീര അല്ലെങ്കിൽ സോബർ മാൻ എന്ന് പറയുന്നത്.
such a man is never deluded by the change of body. So ഭഗവാൻ പറയുന്ന അങ്ങനെ ഈ പരിണാമം സംഭവിക്കുന്നു, നമ്മുടെ ശരീരത്തിന് ഈ മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരാളും ദുഃഖിക്കില്ല. ഇത് അനിവാര്യമാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഷഡ്പരിണാമങ്ങളും സംഭവിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് അസുഖങ്ങളും വരും, പിന്നെ വയസ്സുമാവും. ഇതെല്ലാം അനിവാര്യമാണ്, ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഈ സത്യാവസ്ഥയെ, ഈ വാസ്തവത്തെ മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും ഇതിനെപ്പറ്റി ദുഃഖിക്കില്ല എന്നാണ് ആ ഒരു മീതയ്ക്കിടയിലുള്ള ഈ അറിവ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് മുഖാന്തരം, അർജുനൻ വഴി നമുക്കെല്ലാം പറഞ്ഞു തരാണ്. നമ്മളുടെ ഈ ജീവിതം മുഴുവനെ ഒരു ആക്ച്വലി ഒരു കോസ്മിക് ടൈം സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈവൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലേ. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ദുഃഖിക്കുന്നത്. അപ്പോൾ ഈ അറിവ് പകർന്നു കൊടുക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന്. The Mayavadi theory of oneness of the spirit soul cannot be entertained on the ground that the spirit soul cannot be cut into pieces as a fragmental portion. Okay, അവിടെ പ്രഭുപാദ ഭാവാർത്ഥത്തിൽ പറയുന്നത് മായാവത ഫിലോസഫി അനുസരിച്ചിട്ട് സോള്, അതായത് ലിബറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, മുക്തി കിട്ടിക്കഴിഞ്ഞാൽ, മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം സോളിനെ ഒരിക്കലും നമുക്ക് കട്ട് ചെയ്തിട്ട് അതിനെ മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റില്ല. കാരണം സോളിന്, ആത്മാവിന് ആദ്യമില്ല അന്ത്യമില്ല. അത് എറ്റേണലി എക്സിസ്റ്റിംഗ് ആണ്. അതിനെ ഒരിക്കലും നമുക്ക് ചെറുതാക്കാനും പറ്റില്ല. അതിനെ വേറെ ഒന്നിൽ ലയിപ്പിക്കാനും പറ്റില്ല. ഇതെല്ലാം സോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. cannot be cut into pieces as fragmental portion. Such cutting into different individual souls would make the supreme cleavable or changeable against the principle of the supreme souls being unchangeable. So Krishnan പറയുന്നുണ്ട് soul is never changeable, is unchangeable. So how can we cut those souls into pieces? ഒരു സോളിനെ കട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കുറേ സോൾസ് ആക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയാണ്. As confirmed in the Gita, the fragmental portions of the Supreme exist eternally. Sanadana. Okay? Natvevaham jatunasham. ഒരിക്കലും അത് it has not come into existence. It will never come into existence. It will never leave it existence. It was there. It is there. It will be there. Past, present, and future. അപ്പോൾ there is no time that it has come into being. പിന്നെ ആദ്യമില്ല അന്ത്യമില്ല. അപ്പോൾ എവർ എക്സിസ്റ്റിംഗ് ആണ്. പിന്നെ അങ്ങനെയാണ് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറേ പോർഷൻസ് ആക്കാൻ പറ്റുക. അത് പറ്റില്ല എന്ന് പറയുന്നത്. സോ ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ക്ഷര. ദാറ്റ് ഈസ് ദേ ഹാവ് എ ടെൻഡൻസി ടു fall down into material nature. These fragmental portions are eternally so, and even after liberation the individual soul remains the same, fragmental. But once liberated, he lives an eternal life in bliss and knowledge with the personality of Godhead. Okay. അപ്പോൾ ഒരിക്കലും സായുജ്യമായിട്ട്, അതായത് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിലോ ഭഗവാനിലോ അലിഞ്ഞു ചേരുന്നില്ല, അതിൻ്റെ വ്യക്തിത്വം നശിക്കപ്പെടുന്നില്ല. നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ആ ലോകത്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ, മുക്തി കിട്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഭഗവാനുമായിട്ട് നമ്മൾ സഹവസിക്കും. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. The theory of reflection can be applied to the super soul who is present in each and every individual body and is known as the Paramatma. He is different from the individual living entity. When the sky is reflected in water, the reflections represent both the sun and the moon and the stars also. The stars can be compared to the living entities, sun or the moon to the Supreme Lord. അപ്പോൾ വെള്ളത്തിൽ റിഫ്ലക്ഷൻ വരുന്നത് സ്റ്റാർസിൻ്റെയും സൂര്യഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും. അപ്പോൾ സണ്ണിനെ മൂണിനെ നമുക്ക് ഭഗവാനായിട്ട് ഉപമിക്കാം, ആൻഡ് സ്റ്റാർസിനെ ലിവിങ് എൻറ്റിറ്റീസും. The individual fragmental spirit soul is represented by Arjuna, and the supreme soul is the personality of Godhead Sri Krishna. അപ്പോൾ അർജുനൻ ഒരു ജീവാത്മാവായിട്ടും ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറയുന്നത്. They are not on the same level. Okay? അതായത്
ഭഗവാൻ കൃഷ്ണൻ വിഭു ആണെങ്കിൽ അർജുനൻ അനു ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇൻഫിനിറ്റസിമൽ, വെരി വെരി സ്മോൾ. ഭഗവാൻ കൃഷ്ണൻ ഇസ് ഗ്രേറ്റ് and Arjuna, the living entity, is very very tiny. They are not on the same level, as it will be apparent in the beginning of the 4th chapter. If Arjuna is on the same level with Krishna and Krishna is not superior to Arjuna, then their relationship of instructor and instructed become meaningless. രണ്ടുപേരും ഒരേ ലെവലിലാണെങ്കിൽ, ഒരാൾ ഇൻസ്ട്രക്ടറും ഒരാൾ ഇൻസ്ട്രക്റ്റഡും ആണ്, അങ്ങനത്തെ ഒരു പൊസിഷൻ വരില്ല അല്ലേ? രണ്ടുപേരും ഒരേ തലത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരേ അറിവാണ്, എല്ലാം കൊണ്ടും ഒരേ തലത്തിലാണെങ്കിൽ, അപ്പോൾ അവിടെ ഒരു ഇൻസ്ട്രക്ടറിന്റെ ആവശ്യം വരുന്നില്ല. എന്തിനാണ് അർജുനൻ ഭഗവാൻ കൃഷ്ണനെ തൻ്റെ സ്പിരിച്വൽ മാസ്റ്ററായിട്ട് അവിടെ അക്സെപ്റ്റ് സ്വീകരിച്ചതും അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം അറിയാൻ വേണ്ടിയിട്ടുള്ള ഈ ചോദ്യോത്തര സെഷനും വെച്ചത്? കാരണം അർജുനൻ ഇൻഫിനിറ്റിസിമലാണ്, ഹീസ് ഇൻഫിനൈറ്റ്, ഒരു ലോർഡ് കൃഷ്ണ. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് ഇൻസ്ട്രക്ടർ ആൻഡ് ബീങ് ഇൻസ്ട്രക്റ്റഡ് become meaningless if they are on the same level എന്നാണ് പറയുന്നത്. If both of them are deluded by the illusory energy Maya, then there is no need of one being the instructor and the other the instructed. രണ്ടുപേരും ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും 3 ഗുണങ്ങളിലാണ് നിൽക്കുന്നെങ്കിൽ ഒരാൾക്കും, അതായത് അർജുനാനും ശരി കൃഷ്ണനാനും ശരി, ഒരാൾക്കും ഇൻസ്ട്രക്ടർ ആവാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരാള് ഈ 3 ഗുണങ്ങളിൽ നിന്ന് മീത് തലത്തിൽ നിന്നാൽ മാത്രമാണ് ഈ 3 ഗുണങ്ങളിൽ നിൽക്കുന്ന ഒരാൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരാളുടെ കൈയും കാലും കെട്ടിയിരിക്കുകയാണ്. ഓക്കെ, വേറൊരാളുടെയും കൈയും കാലും കെട്ടിയിരിക്കുകയാണ്. ഒരാളെ മറ്റേ മോചിപ്പിക്കാൻ പറ്റുമോ? രണ്ടുപേരുടെയും കൈയും കാലും കെട്ടിയിരിക്കുകയാണ്, എങ്ങനെയാണ് ഒരാൾ മറ്റാളെ മോചിപ്പിക്കുക? അപ്പോൾ ആരുടെ കൈയും കാലും കെട്ടിയിട്ടില്ല ഫ്രീ ആണ്, അവർക്ക് മാത്രമാണ് ഒരു ആളുടെ കൈയും കാലും കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ പറ്റും. അപ്പം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഈ 3 ഗുണങ്ങളിൽ നിന്നും ഉപരി തലത്തിലാണ് നിൽക്കുന്നത്. സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഭഗവാൻ കൃഷ്ണൻ. ഈ 3 ഗുണങ്ങളിൽ നിന്നും അതീന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ 3 ഗുണങ്ങളിലും അകപ്പെട്ട അർജുനനായിട്ടുള്ള ഈ ജീവാത്മാവിനെ ആ ഗുണങ്ങളിൽ നിന്ന് രക്ഷിച്ച് ആത്മീയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഭഗവാൻ കൃഷ്ണന് കഴിയുന്നത്. അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്ന് പറയുന്നത്. സച്ച് ഇൻസ്ട്രക്ഷൻ വുഡ് ബി യൂസ്ലെസ് ബിക്കോസ് ഇൻ ദ ക്ലച്ചസ് ഓഫ് മായ നോ വൺ ക്യാൻ ബി എൻ അതോറിറ്റേറ്റീവ് ഇൻസ്ട്രക്ടർ. അതാണ് മായ എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണത്തിൻ്റെ അധീനത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു അതോറിറ്റേറ്റീവ് ഇൻസ്ട്രക്ടർ ആവാൻ പറ്റില്ല. ഈവൻ ഭഗവത്ഗീത രചിച്ചിരിക്കുന്നത് വ്യാസദേവൻ ഈ 3 ഗുണങ്ങൾക്കും അതീന്ദ്രമായിട്ട് നിൽക്കുന്ന ആൾ. അതുകൊണ്ടാണ് ഇതിൽ യാതൊരു തെറ്റും ഒരു കുറവുകളും ഇല്ലാതിരിക്കുന്നത്. വ്യാസദേവൻ ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ യാതൊരു കുറ്റവും കുറവും ഇല്ലാത്ത ഈ ഭഗവത്ഗീത രചിക്കാൻ പറ്റിയത്. അപ്പോൾ സാധാരണക്കാരൻ ഒരു മനുഷ്യൻ ഒരു ഭഗവത്ഗീത എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യം എഴുതുകയാണെങ്കിൽ, ഭാവാർത്ഥം എഴുതുകയാണെങ്കിൽ, അപ്പോൾ അവരുടെ കോൺഷ്യസ്നെസ് ഏത് ഗുണത്തിലാണോ അദ്ദേഹം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ് ഇതിൽ ഇങ്ങനെ പ്രതിഫലിക്കും. ഇവിടെ പ്രഭുപാദരും നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. പ്രഭുപാദർ ഇതിൻ്റെ ഭാവാർത്ഥം തന്നു, അതിൻ്റെ എന്താ പറയുക വിവർത്തനം തന്നു, എല്ലാം തന്നു. ഈവൻ പ്രഭുപാദരും ഈ 3 ഗുണങ്ങളിൽ ഇല്ല. അതുകൊണ്ടാണ് പ്രഭുപാദർക്കും ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, ഭഗവത്ഗീത യഥാരൂപം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാൻ പറ്റിയത്. ഈവൻ ആചാര്യന്മാരും ഈ 3 ഗുണത്തിലും 3 ഗുണത്തിൻ്റെ അധീനത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്ത ഒരാൾക്ക് ഇത് ഇങ്ങനെ താല്പര്യം അല്ലെങ്കിൽ ഭാവാർത്ഥം എഴുതാൻ പറ്റില്ല. ഒരുപാട് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ മറ്റ് സോക്കോൾ സ്കോളേഴ്സ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആസ് ഇറ്റ് ഈസ് അല്ല. കാരണം അവർ ഈ 3 ഗുണങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ ആരുടെ ഭഗവത്ഗീതയാണ് വായിക്കേണ്ടതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സാധാരണ ഒരു ബുദ്ധിജീവിയുടെ, ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ഒരു ബുദ്ധിജീവിയുടെ ഭാവാർത്ഥം അല്ലെങ്കിൽ ഭഗവത്ഗീത ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ചാൽ നമ്മൾക്ക് ശരിക്കുള്ള ഒരു ജ്ഞാനം, ഭഗവത്ഗീത എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കിട്ടില്ല. ഇതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും കമൻറ്റ്സ് ഓർ സംബഡി വാണ്ട്സ് ടു ഷെയർ സംതിങ്?
വളരെ നല്ലൊരു ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും ഉറങ്ങി തോന്നും. യെസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? യെസ് പ്രഭു. കേൾക്കണില്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് ഷെയർ ചെയ്യുന്നത്? ഞാൻ അങ്ങനെ കുറേ പറഞ്ഞു പോകുന്നുണ്ട്. അവിടുന്ന് യാതൊന്നും, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിനോട് സർവഭൗമ ഭട്ടാചാര്യ പറഞ്ഞ പോലെ ആയിരിക്കും അല്ലേ? ഹരേ കൃഷ്ണ. അപ്പോൾ ഞാൻ അടുത്ത ശ്ലോകം വായിക്കട്ടെ. ഒന്നുമില്ല, അതിലൊന്നും പറയാനില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, എല്ലാം വളരെ വ്യക്തമായിട്ട് പ്രഭുജി എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഓക്കെ, ശരി. എന്നാൽ അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. താങ്ക് യു പ്രഭുജി. ഇതും വളരെ മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഓക്കെ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ശ്ലോകമാണ്. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമപ്പായിനോ അനിത്യാസ് താം തിതിക്ഷസ്വ ഭാരത. സിമി മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാത്രാ സ്പർശസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദഃ ആഗമാപായിനോ നിത്യസ്താം തിതിക്ഷസ്വ ഭാരത. ഹരി ബോൾ. ഓക്കെ, ആരാണ് പിന്നെ? ശാന്തരൂപ പ്രഭു ട്രാൻസ്ലേഷൻ വായിക്കോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. O son of Kundi, the non-permanent appearance of happiness and distress and their disappearance in due course are like the appearance and disappearance of winter and summer seasons. They arise from sense perception, O Sion of Bharata, and one must learn to tolerate them without being disturbed. ഹരി ബോൾ. എത്ര നല്ല ഉദാഹരണമാണല്ലേ ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. സൺ ഓഫ് കുന്തി, ദ നോൺ പെർമനന്റ് അപ്പിയറൻസ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ് and their disappearance in due course are like the appearance and disappearance of winter and summer seasons. They arise from sense perception, O son of Bharata, and one must learn to tolerate them without being disturbed. നമുക്കറിയാം, മഴക്കാലം, ചൂടുകാലം, തണുപ്പുകാലം ഇതെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാന്നല്ലാണ്ട് ഒന്നും. അതേപോലെ ദുഃഖവും സുഖവും വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സുഖത്തിനെയും ക്ഷണിക്കുന്നില്ല, ദുഃഖത്തിനെയും ക്ഷണിക്കുന്നില്ല. അത് നമ്മുടെ കർമ്മഫലം അനുസരിച്ച് വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ? ദുഃഖം ഇല്ലാതാക്കാൻ പറ്റും, സുഖം ആയിട്ട് സുഖിച്ച് ജീവിക്കാൻ പറ്റും. നമ്മളുടെ കർമ്മം ചേഞ്ച് ചെയ്യണം. നമ്മൾ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ യെസ്, നമുക്ക് ഈ ഹാപ്പിനെസ്സും. പക്ഷെ എന്താണ് ഇത്? ദ്വന്ദ്ങ്ങളാണ്. ഓക്കെ, ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ്, ഗുഡ് ആൻഡ് ബാഡ്, ഓക്കെ, കോൾഡ് ആൻഡ് ഹീറ്റ്, ഇതെല്ലാം ദ്വന്ദ്ങ്ങളാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ. ഇതില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. എല്ലാം ഓപ്പോസിറ്റാണ്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ തന്നെ ദ്വന്ദ്മാണ്. അപ്പം നമ്മൾ ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മീതെ തലത്തിലേക്ക് പോകണം. എന്നാൽ മാത്രമേ ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യാണ്ടിരിക്കുള്ളൂ. അപ്പം നമ്മുടെ ജ്ഞാനം മാത്രം പോരാ, ജ്ഞാനത്തിനെ വിജ്ഞാനമായിട്ട് മാറ്റും വേണം. ഓക്കെ, നമുക്കിപ്പോൾ തിയറട്ടിക്കൽ നോളജ് ഉണ്ട്, പറയാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറയാം, ഓക്കെ ഇതൊക്കെ വന്നും പോയും കൊണ്ടിരിക്കും, സീസൺ മാറുന്ന പോലെ നമുക്ക് സുഖം. പക്ഷെ അതൊക്കെ പറയാൻ വളരെ ഈസിയാണ്. ആ തലത്തിൽ നമുക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് വിജ്ഞാനം തന്നെ വേണം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി വി ഹാവ് ടു അപ്ലൈ ദാറ്റ് തിയറി. അപ്പോൾ ആ തലത്തിലേക്ക് ഉയരണം. ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ. ഓക്കെ, ഇപ്പോൾ തിയറി നമുക്ക് ഈസിയാണ് എല്ലാവർക്കും പറയാം. ഇതെല്ലാം ഉണ്ടോ? നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചില്ലേ, ഈ ബുദ്ധിമുട്ടൊക്കെ വരും, ചില സമയത്ത് സുഖമായിരിക്കും, ചില സമയത്ത് ദുഃഖമായിരിക്കും, പറയാൻ വളരെ ഈസിയാണ് എല്ലാവർക്കും.
പക്ഷെ അത് അവനവന് വരുമ്പോഴേ അതിൻ്റെ ആ സത്യാവസ്ഥ നമ്മൾ എങ്ങനെ അത് കൂടെ കടന്നു പോകുന്നു, എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു, അത് ഓരോരുത്തർക്കും വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉയരണം. ഈ ബോഡ്ലി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നാൽ മാത്രമേ ഈ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ടോളറേറ്റ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ആ തലത്തിലേക്കാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് പ്രഭുപാദ് പറയുന്നത് നോക്കാം. ഇൻ ദ പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടി വൺ ഹാസ് ടു ലേൺ ടു ടോളറേറ്റ് non-permanent appearances and disappearances of happiness and distress. According to Vedic injunction, one has to take his bath early in the morning, even during the month of Magha, January, February. It is very cold at that time, but in spite of that, a man who abides by the religious principle does not hesitate to take his bath. Similarly, a woman does not hesitate to cook in the kitchen in the months of May and June, the hottest part of the summer season. One has to execute his duty in spite of climatic inconveniences. പ്രഭുപാദ പറയുന്നത് തണുപ്പ് കാലത്ത് നമ്മൾ വളരെ തണുപ്പാണ് വെള്ളം എങ്കിലും നമ്മൾ കുളിക്കും. ചൂട് കാലത്ത്, നല്ല ചൂട് കാലത്ത്, ജൂൺ ജൂലൈ സമയത്ത്, മെയ് ജൂൺ ജൂലൈ സമയത്ത് നല്ല ചൂടാണ്. അപ്പോൾ സ്ത്രീകള് ഭക്ഷണം പാചകം ചെയ്യാൻ മടിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് പറയാം നമുക്ക് AC ഉണ്ട്, എന്താ പറയുക, ഹീറ്റർ ഉണ്ടെന്നൊക്കെ പറയാം. എങ്കിലും അതൊക്കെ ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് ആണ്. പല സമയത്തും നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും എല്ലാ സ്ഥലത്തും കിട്ടിയെന്ന് വരില്ല. എങ്കിലും അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ടോളറേറ്റ് ചെയ്യണം. അത് ചൂടാണെങ്കിലും ശരി, തണുപ്പാണെങ്കിലും ശരി, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ശരി. ഓക്കെ, ഒരു അമ്മ മക്കളെ വളർത്തിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ട് പെടുന്നുണ്ട് അവർക്കാണ് അറിയാം, അമ്മമാർക്ക് അറിയാം. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് അവർ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തില്ലേ. രാത്രി ഉറക്കമൊഴിച്ചിട്ടായിരിക്കും, അവർ എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ചിട്ടായിരിക്കും കുട്ടിക്കാലത്ത് കുട്ടികളെ പരിചരിക്കുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കൂ. അപ്പോൾ ഇതെല്ലാം പാർട്ട് ഓഫ് ദ മെറ്റീരിയൽ ലൈഫ്. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, വി ഹാവ് ടു ടോളറേറ്റ് ഇറ്റ്. സോ വൺ ഹാസ് ടു എക്സിക്യൂട്ട് ഹിസ് ഡ്യൂട്ടി ഇൻ സ്പൈറ്റ് ഓഫ് ക്ലൈമറ്റിക് ഇൻകൺവീനിയൻസ്. അപ്പോൾ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മളുടെ ഈ പ്രിസ്ക്രൈബ് ഡ്യൂട്ടിയിൽ നിന്ന്, നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല, നമ്മളത് ചെയ്യും. അതാണ് പറയുന്നത്. അപ്പോൾ അത് ഈ കാലാവസ്ഥയ്ക്ക് മാത്രമല്ല, ബാക്കി ഏതൊരു പരിസ്ഥിതിയിലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് ബുദ്ധിമുട്ട് പറയാൻ പാടില്ല. Similarly, to fight is the religious principle of Kshatriyas, and although one has to fight with some friend or relative, one should not deviate from his prescribed duty. അപ്പോൾ എന്താണ് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അർജുനോട്? അതുപോലെ ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണ് ധർമ്മപാലനം. ഓക്കെ, ആ ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നത് അനിവാര്യമാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അത് നമ്മളുടെ എതിർവശത്ത് നമ്മുടെ സ്വന്തം ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മിത്രങ്ങളായിക്കോട്ടെ, ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തേ പറ്റൂ അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ രണ്ട് രാജ്യങ്ങൾ എടുക്കുക. ഓക്കെ, രണ്ട് രാജ്യങ്ങളിൽ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തിലുള്ള ഒരാളുടെ ഒരു റിലേറ്റീവ് മറ്റു രാജ്യത്തുണ്ട്. യുദ്ധം വരുന്ന സമയത്ത് അയ്യോ എനിക്ക് അവരെ കൊല്ലാൻ പറ്റില്ല, അവിടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? എതിർ രാജ്യത്തിലെ സ്വന്തം ഇവിടെ നിൽക്കുന്ന ഒരാളുടെ റിലേറ്റീവ് ആയിരിക്കും, ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ യുദ്ധം വരുമ്പോൾ അത് നോക്കാൻ പറ്റില്ല, അവർക്ക് അത് യുദ്ധം ചെയ്തേ പറ്റും. അതേപോലെ ഇവിടെ എതിർവശത്ത് നിൽക്കുന്ന ബന്ധുമിത്രാദികളാണ് അർജുനന്റെ. അതുകൊണ്ട് ക്ഷത്രിയന്റെ ആ കർത്തവ്യം നിറവേറ്റാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. One has to follow the prescribed rules and regulations of religious principles in order to rise up to the platform of knowledge, because by knowledge and devotion only can one liberate himself from the clutches of Maya illusion. അപ്പോൾ നമ്മൾ ഉയരണം. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്ന മാത്രം നമുക്കാണത് പറഞ്ഞിരിക്കുന്നത്. അമരേന്ദ്ര പ്രഭു പറയാറുണ്ട്, നമുക്ക് ഈ പർപ്പോട്ട് വായിക്കുമ്പോൾ പ്രഭുപാദ പർപ്പോട്ട് എഴുതുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അപ്പോൾ അതിൽ അഡ്രസ് ഒക്കെ ഡിയർ സോ ആൻഡ് സോ മീൻസ് നമ്മുടെ പേരാണ് അവിടെ. അപ്പോൾ ഈ പർപ്പോട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ ഞാൻ അത് സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കാൻ നോക്കണം. അപ്പോഴാണ് നമ്മൾ ഭഗവത്ഗീത
ആയി ഭഗവത്ഗീത ജീവിക്കുന്നുള്ളൂ. ഭഗവത്ഗീത കുറെ ശ്ലോകങ്ങൾ വായിച്ചു, കുറെ നമ്മൾ ബൈഹാർട്ടാക്കി, ഓക്കെ, ആ തത്വങ്ങൾ പറഞ്ഞു, ഈ തത്വങ്ങൾ പറഞ്ഞു. അത് തിയറി ആയിട്ട് മാത്രം വെച്ചിട്ട് കാര്യമില്ല. ഇത് ഭഗവത്ഗീത ജീവിക്കണം എന്നാണ് പറയുന്നത്. പ്രഭുപാദരുടെ ഒരു ഡിസൈപ്പിൾ പറഞ്ഞു, ഏതൊരു ഡിവോട്ടി ഉണ്ട്, ആ ഡിവോട്ടിക്ക് 700 ശ്ലോകങ്ങളും കാണാൻ പാടാൻ അറിയാം, ബൈഹാർട്ടാണ്. പ്രഭുപാദ പറഞ്ഞു, ഓക്കെ, അദ്ദേഹത്തിനോട് ചോദിക്കൂ, ഭഗവത്ഗീത ജീവിക്കാൻ പറ്റുമോ? എന്നാൽ മാത്രമേ അതിന്. പക്ഷെ ഭഗവത്ഗീത 700 ശ്ലോകങ്ങൾ ബൈഹാർട്ടാക്കി നല്ല കാര്യം തന്നെ. പക്ഷെ അതിനനുസരിച്ച് ജീവിക്കാൻ കൂടിയും പഠിച്ചാൽ അതാണ് നമ്മുടെ ലൈഫ് അപ്പോൾ കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മായാലോകത്ത് നിന്ന്, ആ മായാദേവിയുടെ ആ ക്ലച്ചസ് നിന്ന് ലിബറേഷൻ, മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീജിയസ് പ്രിൻസിപ്പിൾ, ധർമ്മം പാലിക്കുക തന്നെ വേണം. ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കണം, എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. The 2 different names of address given to Arjuna are also significant. To address him as Kaunteya signifies his great blood relations from his mother's side, and to address him as Bharata signifies his greatness from his father's side. From both sides he is supposed to have a great heritage. A great heritage brings responsibility in the matter of proper discharge of duties. Therefore, he cannot avoid fighting. അപ്പോൾ ഈ ശ്ലോകത്തിൽ അർജുനെ അഡ്രസ് ചെയ്തിരിക്കുന്നത് കൗന്തേയ അല്ലേ, ആൻഡ് ഭാരത. ഇത് രണ്ടും വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാണിച്ചാൽ ഒന്ന് അമ്മയുടെ സൈഡിൽ നിന്നും ഒന്ന് അച്ഛൻ്റെ സൈഡുമാണ്. അത് അവരെല്ലാം ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആണ്, ഗ്രേറ്റ് ഹെറിറ്റേജ്, ഗ്രേറ്റ് ഫാമിലി. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ഫാമിലിയിലുള്ള ആ അർജുനൻ, ആ ലീനിയേജിൽ വരുന്ന അർജുനൻ ഇതുപോലെ പെരുമാറുന്നത് നല്ലതല്ല. ഈവൻ അവരുടെ ആ ഹെറിറ്റേജിനും അവരുടെ ലീനിയേജിനും അത് നല്ലതല്ല. ഒരു ഡിഫേമി കൊണ്ടിരുന്ന പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അർജുനെ ഈ 2 പേരും കൊണ്ട് പിന്നെ സംബോധന ചെയ്യുന്നു ഭഗവാൻ കൃഷ്ണൻ. ഓക്കെ, ഹരേ കൃഷ്ണ. സോ എന്തെങ്കിലും പോയിന്റ്സ് വല്ലതുണ്ടോ എന്തെങ്കിലും പറയാൻ? എന്തെങ്കിലും കമന്റ്സ്? യു വാണ്ട് ടു ഷെയർ സംതിങ്? ഹരി ബോൾ. ഓക്കെ, ഇന്ന് ആരാണ് ഭഗവത്ഗീത? ഉത്തമ ഭക്തി മാതാജിയാണോ? ഹരേ കൃഷ്ണ പ്രഭുജി. അത് ഇന്നല്ലല്ലോ പ്രഭുജി, തേഴ്സ്ഡേ ക്ലാസ്സിലെ തേഴ്സ്ഡേ ക്ലാസ്സിലല്ലേ? ഓക്കെ ഓക്കെ, ഞാനത് മറന്നു. ഓക്കെ, ഹരി ബോൾ. ഓക്കെ, അപ്പോൾ എനി പോയിന്റ്സ്, anybody wants to share anything? അല്ലെങ്കിൽ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ശ്ലോക 15. അപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ വായിച്ച 2 ശ്ലോകങ്ങളും വളരെ വളരെ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻറ്റ് ശ്ലോകങ്ങളാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും വായിക്കാം. ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഇന്നത് കിട്ടും, പക്ഷെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. മാത്ര സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമപ്പായിനു അനിത്യസ് താം സ്ഥിതിക്ഷസ്വ ഭാരത. ടെക്സ്റ്റ് 15. യം ഹീന വ്യഥയന്തി ഏതേ പുരുഷം പുരുഷാർഷഭ സമാധുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അമൃതത്വായ കൽപ്പതേ. ഓക്കെ, रूपेश्वरी माता जी. हरे कृष्ण प्रभुजी. हरे कृष्णा. यं हीना व्यथयन्ते ते पुरुषं पुरुषर्षभा समदुःख सुखं धीरं सो अमृतत्वाय कल्पते. ओके, ट्रांसलेशन निचुंड അവിടെ? ഇല്ല പ്രഭുജി. ഓക്കെ, then ഹരി. Hare Krishna. Translation. O best among men, Arjuna, the person who is not disturbed by happiness and distress is steady in both is certainly eligible for liberation. Hare Krishna.
O best among men, Arjuna, the person who is not disturbed by happiness and distress and is steady in both is certainly eligible for liberation. അപ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കുന്നത് ഹാപ്പിനെസ്സിലും ഡിസ്ട്രസ്സിലും സുഖത്തിലും ദുഃഖത്തിലും ഏതൊരു വ്യക്തി ന്യൂട്രലായിട്ട് നിൽക്കുന്നു, ഹീസ് എലിജിബിൾ ഫോർ ലിബറേഷൻ എന്ന് പറയുന്നത്. Anyone who is steady in his determination for the advanced stage of spiritual realization and can equally tolerate the onslaughts of distress and happiness is certainly a person eligible for liberation. അപ്പോൾ ലിബറേഷന്, മോക്ഷത്തിന് ആരാണ് എലിജിബിൾ? രണ്ടിനെയും ഒരേപോലെ കാണുന്നത്. അതായത് ഈ ഡിസ്ട്രസ്സും ഹാപ്പിനെസ്സും സുഖം ദുഃഖം വരുന്നത് തന്നെ ആര് കാരണമാണ്? ഭഗവാൻ നമുക്ക് അടിച്ചേൽപ്പിക്കുന്നതാണോ? എന്തുകൊണ്ടാണ് നമുക്ക് സുഖം ദുഃഖം വരുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അർച്ചന മാതാജി, എന്തുകൊണ്ടാണ് നമുക്ക് സുഖം ദുഃഖം വരുന്നത്? ഭഗവാൻ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതാണോ? ഭഗവാൻ നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പർപ്പസിൽ തരുന്നതാണോ? എന്താണ് കാരണം? പ്രഭുജി, നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ് നമുക്ക് സുഖങ്ങളും ദുഃഖങ്ങളും വരുന്നത്. യെസ്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ സുഖിക്കുന്നുണ്ടെങ്കിലും അത് ദുഃഖിക്കുന്നുണ്ടെങ്കിലും. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ അതുകൊണ്ട് ആരാണ് കുറ്റക്കാരൻ ഇവിടെ? നമ്മൾ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് സുഖം വന്നാലും ശരി ദുഃഖം വന്നാലും ശരി അതിനെ ഒരു സെയിം വിഷനിൽ ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മോക്ഷത്തിന് യോഗ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും, ഓക്കെ ഞാൻ ഇപ്പോൾ ഇന്ന് ദുഃഖിക്കുന്നു അത് ഇന്ന ആൾ കാരണമാണ്, അല്ലെങ്കിൽ ഇന്ന് സുഖിക്കുന്നു ഇന്ന ആൾ കാരണമാണ്. യെസ്, പല ആൾക്കാരും നമ്മുടെ ഈ ജീവിതത്തിൽ ഉപകരണമായിട്ട് വരും, ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വരും, ആ സുഖത്തിനാണെങ്കിലും ദുഃഖത്തിനാണെങ്കിലും ശരി. പക്ഷേ നമ്മളാണ് അതിൻ്റെ കാരണക്കാരൻ. നമുക്ക് സുഖം കിട്ടുന്നുണ്ടെങ്കിലും ദുഃഖം കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. പക്ഷേ അത് വരുന്ന വഴി പല ആൾക്കാരും അതിന് ഒരു നിയോഗമായിട്ട് വരും മാത്രം, ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വരുന്നു മാത്രം. അപ്പോൾ ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഏതൊരു പരിതസ്ഥിതിയിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് യെസ് ഇറ്റ് ഈസ് മൈ ഓൺ കർമ്മ ദാറ്റ് ഐ ആം എൻജോയിങ് നൗ ഓർ ഐ ആം സഫറിങ് നൗ. അപ്പോൾ അതിനെ ന്യൂട്രലായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മോക്ഷത്തിനുള്ള യോഗ്യതയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. So in the Varnashrama institution, the fourth stage of life, namely the renounced order, sannyasa, is a painstaking situation. എന്തുകൊണ്ടാണ് ഈ സന്യാസം പെയിൻസ്റ്റേക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ശാന്തരൂപ പ്രഭു. സന്യാസ എന്ന് പറയുന്നത് പ്രഭുജി വളരെ കർശനമായി ഒത്തിരി നിബന്ധനകൾ പാലിച്ച് എല്ലാ സെൻസസുകളെയും കൺട്രോൾ ചെയ്ത്, ശരിക്കും പറഞ്ഞ സെൻസസുകളെ എല്ലാം ഷട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആണ്. അത് സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് സന്യാസം. യെസ്, കാരണം വെച്ചാൽ നമ്മള് സന്യാസം എടുക്കുന്ന നമ്മള് ഭൗതിക ലോകത്തെ എല്ലാ ബന്ധങ്ങളെയും നമ്മള് കട്ട് ചെയ്യാണ്. ഓക്കെ, അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്വയം ഒരു ഓസ്റ്ററിറ്റി എടുക്കുകയാണ്, വോളണ്ടറി ഓസ്റ്ററിറ്റി ഫോർ സ്പിരിച്വൽ റിയലൈസേഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ആസ് യു റൈറ്റ്ലി സെറ്റ്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് നമ്മൾ കഷ്ടതകൾ, അതായത് ഫിസിക്കലി നമുക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി, പക്ഷേ സ്പിരിച്വലി നമുക്ക് ഒരുപാട് അതിൽ എൻലൈറ്റൻമെൻറ്റ് കിട്ടും. സ്പിരിച്വലി സ്പീക്കിംഗ്, ഫിസിക്കലി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടി സ്പിരിച്വലി യു ആർ ഗെറ്റിംഗ് ബ്ലിസ്. അപ്പം അതുകൊണ്ട് സാധാരണ ഒരു വ്യക്തിക്ക് റിനൗൺസ് ഓർഡർ എസ്പെഷ്യലി കലിയുഗത്തിൽ പറഞ്ഞതല്ല. കാരണം വെച്ചാൽ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല സന്യാസം. ഒരുപാട് ഈ ഭൗതിക ലോകത്തിനോട് ഒരുപാട് ആസക്തിയുള്ള ആൾക്കാർക്ക്, ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാർക്ക് ഒരിക്കലും സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ ആർക്ക് ഭൗതിക ലോകത്തിനോട് വിരക്തി തോന്നുന്നുവോ, ആൻഡ് ഇതിൻ്റെ സത്യാവസ്ഥ, ഭൗതിക ലോകത്തിലെ ഈ ജീവിതത്തിൻ്റെ സത്യാവസ്ഥ അതും ശരിക്കും മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ആ ഒരു സ്റ്റേജിൽ ഒരു ആശ്രമത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. But one who is serious about making his life perfect
surely adopts the sannyasa order of life in spite of all difficulties. പക്ഷെ അതുകൊണ്ട് പ്രവാദ പറയുന്ന one who is serious about making his life perfect surely adopts sannyasa order in life in spite of all difficulties. അപ്പോൾ ആരാണോ ഈ ജീവിതം വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്, ഈ എസ്പെഷ്യലി മനുഷ്യ ജീവിതം സീരിയസ് ആയിട്ട് എടുക്കുന്നത്, അവർക്ക് സന്യാസം സ്വീകരിച്ചേ പറ്റൂ. എന്നാലാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിൽ ജീവിക്കാൻ പറ്റൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കലിയുഗത്തില് അത് വർജിച്ചിരിക്കുന്നു? എന്താണ് കാരണം? സന്യാസം പൊതുവെ വർജിച്ചിരിക്കുകയാണ് കലിയുഗത്തിൽ. എന്താണ് കാരണം? സർവപാലപ്രഭു എന്താണ്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കലിയുഗത്തിന്റെ നേച്ചർ അങ്ങനെയാണ്. അതായത് നമുക്ക് ഈ സെൻസ് കൺട്രോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്യാസം എന്ന് പറഞ്ഞാൽ അത്ര വളരെ ഓസ്റ്റിയർ ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഇറ്റ്സ് നോട്ട് ഈസി. പറയുന്ന പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. സോ അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല കലിയുഗത്തിൽ. ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം ടെംപ്ടേഷൻസും പിന്നെ ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ അങ്ങനെ ഒരു ഇതായത് കൊണ്ട് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ് ഇൻ ദിസ് ഏജ് ആക്ച്വലി. ഈവൻ ദോ അവർ ആചാര്യസ് ഹാവ് ടേക്കൺ സന്യാസ ബിക്കോസ് ആ പ്രീച്ചിങ് ഉള്ള മിഷന് വേണ്ടി മാത്രം അവര് സന്യാസ ഓർഡർ സ്വീകരിച്ചേക്കാണ് ആക്ച്വലി. അല്ലാത്ത പക്ഷം ഈ ഏജിൽ അത് എന്താ പറയാ പ്രൊഹിബിറ്റഡ് ആണ് ആക്ച്വലി ആസ് പെർ സ്ക്രിപ്ചേഴ്സ്. അതായത് കലികാലത്തില് സന്യാസ ആശ്രമത്തില് ഒരാൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് യമനിയമങ്ങളും ഒരുപാട് ഓസ്റ്ററിറ്റീസും എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ കലികാലത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓഫ് സോ മച്ച് ഓഫ് temptations and other things, surroundings and all that. Even though ഒരു വ്യക്തിക്ക് ആ ആശ്രമത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോറസ്റ്റിൽ പോയിട്ട് സന്യസിക്കാൻ എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പം നമ്മൾ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരുപാട് അട്രാക്ഷൻസ് ഉള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാണിച്ചാൽ ഒരുപാട് പ്രഷേഴ്സ് വരും. നമ്മൾ പലതും കാണുന്നു, പലതും കേൾക്കുന്നു. അതുകൊണ്ട് ആ സന്യാസി ജീവിതം ശരിക്കും 100% പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ പാലിക്കാൻ പറ്റാത്ത ഒരു സന്യാസം എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ വെറും വേഷം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. സന്യാസം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ് മെയിനായിട്ടുള്ളത്. മറ്റേതൊരു ഔട്ടർ ഡ്രസ്സ്, ഒരു അറ്റയർ മാത്രമാണ്, കാഷായ വസ്ത്രം. ഉള്ളിൽ നിന്നാണ് നമുക്ക് സന്യാസം വേണ്ടത്. ആ റിനൗൺസിയേഷൻ ഈസ് ഫ്രം ഇൻസൈഡ്. ഇന്റേണൽ റിനൗൺസിയേഷനാണ് വേണ്ടത്. ഏതൊരു സാഹചര്യത്തിലും ഞാൻ ചില പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞകൾ പ്രകാരം ഞാൻ ജീവിക്കും. മനസ്സാ വാച കർമ്മണ, ഒരിക്കലും ഞാൻ അതിന് വ്യതിചരിക്കില്ല എന്ന് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു തലത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റൂ. അങ്ങനെയുള്ള ആ തലത്തിലുള്ള വ്യക്തികളെ കലിയുഗത്തിൽ വളരെ വളരെ വിരളമാണ്. അതുകൊണ്ടാണ് ഇൻ ജനറൽ ഇറ്റ് ഈസ് ഫോർബിഡൻ ഇൻ ജനറൽ. ബട്ട് കലികാലത്തിലും ഇല്ല, കലികാലത്തിലെ ബദ്ധ ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആ തരത്തിലുള്ള വ്യക്തികളെ സന്യാസം സ്വീകരിച്ചു നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ജ്ഞാനം പകർന്നു തരാൻ വേണ്ടിയിട്ട് അവർ ഈ പ്രയത്നം ചെയ്യുന്നത്. ഇൻ ജനറൽ ഇറ്റ് ഈസ് ഫോർബിഡൻ ആണ്. അല്ലെങ്കിൽ ഈവൻ ചൈതന്യ മഹാപ്രഭു 24 വർഷം വരെ അദ്ദേഹം സന്യാസി. എന്തുകൊണ്ടാണ്? എല്ലാവരും വളരെ വളരെ സില്ലി ആയിട്ട് ലൈറ്റായിട്ട് എടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അന്നത്തെ കാലത്ത് സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദരിക്കുന്ന ഒരു ആശ്രമമാണ്. അപ്പോൾ ഞാൻ സന്യാസം എടുത്തില്ലെങ്കിൽ ഇവരാരും സീരിയസ് ആയിട്ട് എടുക്കില്ല. സന്യാസം എടുത്തിട്ട് അദ്ദേഹം അറിവ് പകർന്നു കൊടുക്കുമ്പോൾ, നോളജ് പകർന്നു കൊടുക്കുമ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ സന്യാസിക്ക് ഈവൻ ഇപ്പോഴും ഒരുപാട് കപട സന്യാസിമാരുണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്പോഴും സന്യാസിമാരെ നമ്മുടെ വേദിക് കൾച്ചർ അനുസരിച്ച് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന, ആദരവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്ന് ആ ഒരു ഡ്രസ്സിനെ, ഔട്ട്വേർഡ് ഡ്രസ്സിനെ മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് ദ external attire but the internal renunciation. That is what sannyasa. But one who is serious about making his life perfect surely adopts the sannyasa order of life in spite of all difficulties.
The difficulties usually arise from having to sever family relationship. അതാണ് മെയിനായിട്ട് കാണിച്ചാൽ ഇത്രയും കാലം ഒരു 10, 40, 50 വർഷം 60 വർഷം നമ്മളുടെ ബന്ധുമിത്രാദികളോടുകൂടി ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇതെല്ലാം ഈ റിലേഷൻ എല്ലാം കട്ട് ചെയ്തിട്ട് ആരുമല്ല എല്ലാവരും ഒരേപോലെ കാണുന്ന ആ ഒരു തരത്തിലേക്ക് വരാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ആദ്യകാലത്ത് തന്നെ ആദ്യത്തെ 25 കൊല്ലത്തെ ആ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് ബ്രഹ്മചര്യത്തിൽ. അതിൽ ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അതേപോലെ സ്വീകരിക്കാനുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഈസിയാണ്. അല്ലാണ്ട് നമ്മൾ വിംസിക്കലി ജീവിക്കുന്ന ആൾക്കാർക്ക് യാതൊരു വേദിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാണ്ട് നമ്മളുടെ ഇഷ്ടാനുസരണം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സന്യാസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോപ്പർലി ഒരു സിസ്റ്റമാറ്റിക് ടീച്ചിങ് വേണം. ബ്രഹ്മചര്യ, വാനപ്രസ്ഥ, അത് കഴിഞ്ഞാൽ ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ. അപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ വേണം, അല്ലെങ്കിൽ വൈഷ്ണവ ആചാര്യന്മാരുടെ കൃപ വേണം ആ തലത്തിലേക്ക് ഉയരാൻ. ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ സ്വന്തം കുടുംബത്തിനെ ത്യജിക്കുക എന്ന് പറയുന്നതാണ് വലിയ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇസ്കോണിൽ മാത്രമല്ല ബാക്കിയുള്ള ഏത് സമ്പ്രദായത്തിലുള്ള ശരിക്കുള്ള ആചാര്യന്മാർ, ശരിക്കുള്ള സന്യാസിമാരെ നമുക്ക് 1000 കൈ കൊണ്ട് തൊഴുകണം അല്ലേ? അവരെല്ലാം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മറ്റു ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ത്യജിച്ചിട്ട് ഇതിനെ പ്രചരിപ്പിക്കാൻ നടക്കുന്നത്. അപ്പോൾ എത്ര വലിയ ഓസ്റ്ററിറ്റീസ് ആണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം അത്രയും നമ്മുടെ ബഹുമാനത്തോടു കൂടി കാണണം. ഓക്കെ, ടു ഗിവ് അപ്പ് കണക്ഷൻ വിത്ത് വൈഫ് ആൻഡ് ചിൽഡ്രൻ. But if anyone is able to tolerate such difficulties, surely his path to spiritual realization is complete. Similarly, in Arjuna's discharge of duties as a Kshatriya, he is advised to persevere even if it is difficult to fight with his family members or similarly beloved persons. Lord Chaitanya took sannyasa at the age of 24, and his dependents, young wife as well as old mother, had no one else to look after them. Yet for a higher cause, he took sannyasa and was steady in the discharge of higher duties. That is the way of achieving liberation from material bondage. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉദാഹരണം അവിടെ തന്നെ 24ാമത്തെ വയസ്സിലെ സ്വന്തം അമ്മ, വേറെ ആരുമില്ല, ആശ്രയിക്കാൻ ആരുമില്ല, ഭാര്യ, ഓക്കെ, ആശ്രയിക്കാൻ ആരുമില്ല, അവർ രണ്ടുപേരെയും അനാഥകളാക്കിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചത്. അപ്പോൾ പൊതുവെ സമൂഹത്തിൻ്റെ കണ്ണിൽ അവർ ചെയ്യുന്ന വലിയൊരു അപരാധം പോലെ തോന്നാം. പക്ഷെ എന്താണ് അവിടെ, ഇപ്പോൾ 2 പേർക്കേ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ എത്ര ആൾക്കാർക്കാണ് അതുകൊണ്ട് ഗുണം കിട്ടിയിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തുകൊണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ഹയർ കോസാണ് അവിടെ നോക്കുന്നത്. ശ്രീ പ്രഭുപാദർ, ഓക്കെ, അദ്ദേഹം ഒരു ഫാമിലി വിട്ടു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയാണ്ടായി, പ്രഭുപാദർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സ്വന്തം ഫാമിലി, കുടുംബത്തിനെ വിട്ടിട്ടാണ്. ഞാൻ ഒരു ഫാമിലി വിട്ടിട്ടുള്ളൂ, പക്ഷെ എനിക്ക് എത്ര ഫാമിലീസ് കിട്ടി. അപ്പോൾ ഒരു ഹയർ കോസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു സന്യാസ ജീവിതം വളരെ വളരെ അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫാമിലിയെ ത്യജിച്ചു, പക്ഷേ ഒരുപാട് ഫാമിലീസിന് പ്രഭുപാദയ്ക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഒരു ഹയർ കോസിന് വേണ്ടിയിട്ട് അങ്ങനെ ഓസ്റ്റിലിറ്റീസ് എടുക്കുന്ന ആ ഒരു നോബിൾ പേഴ്സണെ നമ്മൾ അത്രയും ബഹുമാനിക്കണം, ആദരവോടുകൂടി കാണും വേണം. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് മുക്തി കിട്ടാൻ വളരെ വളരെ ഈസിയാണ് ഈ സംസാര സാഗരത്തിൽ നിന്ന്. അച്ചീവിങ് ലിബറേഷൻ ഫ്രം ദിസ് മെറ്റീരിയൽ ബോണ്ടേജ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇനി കോൺട്രിബ്യൂഷൻ? or some questions? Hari bol. പ്രഭുജി. മാതാജി പറയൂ. പ്രഭുജി, മുനിമാരും സന്യാസിമാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സന്തോഷിന് ചോദിക്കുന്നു. ഋഷി, മുനിമാരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ നോളേജിനെ സ്പെക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഈ നമ്മളുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അവരുടെ ആ
ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് സ്പെക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു മുനി വേറൊരു മുനിയായിട്ട് ഒരിക്കലും യോജിക്കില്ല. സന്യാസിമാർ അങ്ങനെ സ്പെക്കുലേഷൻ ചെയ്യാൻ പോവില്ല. സന്യാസം എടുക്കുന്ന ആൾക്കാർ എന്താണ് നമ്മുടെ ഗുരു പരമ്പര ആചാര്യന്മാർ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. മുനി മീൻസ് they are scholars, philosophers which interprets the shastras in their own way. And one muni will never be in reconciliation with the other muni in their thoughts and in their philosophies. Okay, സന്യാസിമാർ എന്ന് പറഞ്ഞാൽ അവരെ എന്താണോ ഗുരു സാധു ശാസ്ത്ര പറയുന്നത് അതനുസരിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ ശാസ്ത്രങ്ങൾ എന്താണ് പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഒരു ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ വരുന്നില്ല. ജ്ഞാനികളാണ് സ്പെക്കുലേറ്റ് ചെയ്യുക, ജ്ഞാനമാർഗത്തിലാണ് അവരൊക്കെ. ഓക്കെ, ഡിവോട്ടീസ് പറഞ്ഞാൽ അവിടെ എന്താണോ ഇൻസ്ട്രക്ഷൻ അത് അതേപടി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഡിവോട്ടീസ്. വിശ്വാമിത്ര മുനി എന്ന് പറയും അല്ലേ, അദ്ദേഹം മുനിയാണ്. ജ്ഞാനയോഗികളാണ്, ജ്ഞാനമാർഗത്തിലുള്ള ആൾക്കാരാണ് അവർ. നാരദ മുനി എന്ന് പറയും, നാരദ മഹർഷി എന്ന് പറയും. പ്രഭുജി, മുനിമാര് ദീക്ഷ എടുത്തവരല്ലേ? മുനിമാർക്ക് അങ്ങനെ ഇതൊന്നുമില്ല പ്രഭുജി, അവര് ഗൃഹസ്ഥന്മാരായിരിക്കാം. സന്യാസം മുനിമാർ എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന അർത്ഥമില്ല. സന്യാസം സ്വയം ആർജിച്ചെടുക്കുന്ന ജ്ഞാനമായിരിക്കും അല്ലേ? അതെ, അതല്ല, അവരും ഫിലോസഫി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ആർജിക്കുന്നത്. പക്ഷെ അവർ സ്പെക്കുലേറ്റ് ചെയ്യും. പിന്നെ മുനി എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന് യാതൊരു നിർബന്ധമില്ല, ഗൃഹസ്ഥനും മുനിയാവാം. ഓക്കെ, അവരെ ജ്ഞാനമാർഗം സ്വീകരിക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് മുനിമാർ. അപ്പോൾ സന്യാസം ആശ്രമത്തിൽ വരുന്ന ആൾക്കാരെ മാത്രം മുനി എന്ന് പറയാൻ പറ്റില്ല. സന്യാസ ഈസ് എ വർണ്ണാശ്രമ ധർമ്മത്തിൽ വരുന്ന ഒരു ഓർഡറാണ്, ഒരു സ്പിരിച്വൽ ഓർഡറാണ് സന്യാസ. മറ്റത് മുനി എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റാണ്. അതായത് നമ്മൾ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ച് അതിൻ്റെ ആ ഫിലോസഫിയൊക്കെ സ്പെക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇതാണ്, ഒരു പോസ്റ്റാണ് മുനി. അപ്പോൾ ആ ഒരു പദവി കിട്ടുന്നതാണ്. സന്യാസ ഈസ് ആശ്രമ. സന്യാസവും മുനിയും, അതായത് ഒരു മുനി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനാവാം, സന്യാസവും എന്ന് വേണമെങ്കിൽ ആവാം. സന്യാസം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം വിട്ടിട്ട് വനപ്രസ്ഥം കഴിഞ്ഞിട്ട് വരുന്ന ആശ്രമമാണ് സന്യാസ. അവര് മെഡിറ്റേറ്റ് ചെയ്യും, ഈ ജ്ഞാനയോഗികളും അവർ മെഡിറ്റേറ്റ് ചെയ്യും, അവർ ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ ചെയ്യും. പിന്നെ അവർ എന്താ പറയുക, ഡിബേറ്റ് ചെയ്യും, മറ്റുള്ള മുനികളായിട്ട് ആർഗ്യൂ ചെയ്യും, തർക്ക ഇതൊക്കെ ചെയ്യും. സന്യാസിമാർ അതിനൊന്നും പോവില്ല. സന്യാസിമാരുടെ ജോലി ഡിവോഷണൽ സർവീസാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ പ്യുവർലി ജസ്റ്റ് ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവോഷണൽ സർവീസ് ആസ് പെർ ഗുരു, സാധു ആൻഡ് ശാസ്ത്ര. അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട്, ഒരു ക്ലിയർ പാത്ത് ഉണ്ട്. Is it clear, പ്രഭുജി? Yes, പ്രഭുജി, ക്ലിയർ. കാരണം നമ്മുടെ മുനിമാർക്കെല്ലാം മുനിമാർക്കെല്ലാം മക്കളുണ്ടല്ലോ, ഒത്തിരി മുനിമാർക്ക്. അതന്നെ, അവര് സേജസ്. അപ്പൊ സേജസ് പറഞ്ഞാൽ സന്യാസി അല്ല, സേജസ് പറഞ്ഞാൽ ഗൃഹസ്ഥ ആയിരിക്കാം, സന്യാസി ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ ആയിരിക്കാം. അതേപോലെ മുനിമാരും അതേപോലെ തന്നെയാണ്. സന്യാസം പറഞ്ഞാൽ ടോട്ടലി ഒരുപാട് ഓസ്റ്റിറ്റിസും, നോ ഫാമിലി കണക്ഷൻ. ഓക്കെ, എല്ലാവരെയും ഒരേപോലെ കാണുന്നത്. അതായത് നമ്മൾ പറയുന്നില്ലേ ഭഗവത്ഗീതയിൽ ഭഗവാൻ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി അസ്തിനി സുനി ചൈവ സ്വപാക്കേച്ച പണ്ഡിത സമദർശന. അവർ സമദർശന എല്ലാവരെയും. അപ്പോൾ സന്യാസിക്ക് സ്വന്തം, അതായത് പൂർവ്വ ആശ്രമത്തിലുള്ള ഭാര്യ അല്ലെങ്കിൽ മക്കളെ കണ്ടാലും അടുത്തുള്ള ഒരു ആൾക്കാരെ കണ്ടാലും ഒരേപോലെ കാണണം. ഓക്കെ, അതാണ് സന്യാസി. ഇന്ന് നേരെ മറിച്ച് ഒരു ഭക്തനാണെങ്കിൽ അവരോട് കൂടുതൽ കാണിച്ചാൽ ഭക്തിയാണ്. കാണിച്ചാൽ എന്തുകൊണ്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ചാൽ ആ ഭക്തൻ ഡിവോഷണൽ സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. സ്വന്തം പൂർവ്വ ആശ്രമത്തിലുള്ള ഭാര്യ അല്ലെങ്കിൽ മക്കളോ അത് ചെയ്യുന്നില്ലെങ്കിൽ അവരോടൊക്കെ താല്പര്യമില്ല. സ്വന്തമാണ്, പക്ഷെ അത് കട്ട് ചെയ്തു അവിടെ. നേരെ മറിച്ച് തൻ്റെ ഒരു ഡിസൈപ്പിളാണ്. പ്രഭുപാദർ എന്താ പറയുക, തൻ്റെ ഫാമിലിക്ക് ഈവൻ സന്യാസം എടുത്ത ശേഷവും ഫാമിലിക്ക് 1000 രൂപ വെച്ചിട്ട് മാസം അവർ ചെലവിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട്
പ്രഭുപാദ വളരെ ഫേമസ് ആയി, പ്രഭുപാദ ഫോളോവേഴ്സ് ഒരുപാടായി, ഒരുപാട് ടെമ്പിൾസ് ആയി, യുനോ. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു. അപ്പോൾ മക്കളെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് പൈസ ചോദിച്ച് വരാൻ തുടങ്ങി. തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് ആയിരുന്നു അന്ന് അപ്പോഴത്തെ സെക്രട്ടറി. അപ്പോൾ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിൻ്റെ അടുത്ത് വന്നിട്ട് പ്രഭുപാദയുടെ മകൻ, പൂർവാശ്രമത്തിലുള്ള മകൻ വന്നിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാൻ ബുദ്ധിമുട്ട്. അപ്പം എന്താ ചെയ്യുക? പ്രഭുപാദർ ചോദിക്കും, പ്രഭുപാദർ എന്നോ കൊടുക്കാൻ പാടില്ല എന്ന് പറയും. കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ സ്ട്രിക്ട്നെസ്. അപ്പോൾ അവരുടെ മെയിൻ്റനൻസ് കാണിച്ചാൽ കുട്ടിയോട് ശരിക്കും ഫാമിലി ആ മെയിൻ്റനൻസ് വേണ്ടിയിട്ട് ഒരു തുക കൊടുക്കുന്നുണ്ട്. അതിന് മീതെ കൂടുതൽ ചോദിച്ചാൽ അത് കൊടുക്കാൻ പാടില്ല. ഇത് ഡിവോഷണൽ സർവീസിനുള്ള പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രഭുപാദയുടെ സെക്രട്ടറി തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിന് പറയേണ്ടി വന്നു, യെസ്, തരാൻ പറ്റില്ല എന്ന്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ദാറ്റ്സ് വെരി സ്ട്രിക്റ്റ്. അപ്പോൾ എല്ലാവരെയും ഒരേ തലത്തിൽ കാണുന്ന ആൾക്കാരാണ് സന്യാസിമാർ. ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? അപ്പോൾ നെക്സ്റ്റ് 16